സ്വാഗതം ന്യൂനമർദ്ദത്തിലേക്ക്. കുറച്ച് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്നുള്ള വാർത്തയാണ്. എന്ന് വെച്ചാൽ ഒരു വയോധികൻ 65 വയസ്സോ മറ്റോ ഒരാളുടെ മൃതദേഹം 1.5 മാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് അഴുകിയ നിലയിൽ കണ്ടെടുക്കപ്പെട്ടൊരു വാർത്ത. ആ വാർത്ത കണ്ടപ്പോൾ സമാനമായിട്ടുള്ള ധാരാളം വാർത്തകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ ഇത്തരം ഒറ്റയാൾ മരണങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. 2008 ഓസ്കാറിൽ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം അവാർഡ് നേടിയ ഒക്കിരിബിത്തോ എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ഫിലിമുണ്ട്. ഒക്കിരിബിത്തോ എന്ന് പറയുമ്പം നമുക്ക് ലൂസ്ലി ഡിപ്പാർച്ചർ എന്നതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ആ സിനിമ കൈൻഡ് ഓഫ് സൈക്കോ ത്രില്ലർ സിനിമ എന്ന് പറയാവുന്നൊരു സിനിമയാണ്. പിന്നെ ഒരു ജാപ്പനീസ് ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ തൊഴിൽ നഷ്ടമാവുന്നു. അപ്പോൾ പുതിയ തൊഴിൽ അന്വേഷിച്ച് പോകുന്നതിനിടെയാണ് പിന്നെ ഒരു പരസ്യം കണ്ടിട്ട്, ഒരു യാത്രയക്കൽ കമ്പനിയുടെ പരസ്യം കണ്ടിട്ട് അതിൽ അപേക്ഷിക്കുന്നു, ജോലിക്ക് ചേരുന്നു. അപ്പോൾ ഈ യാത്രയക്കൽ എന്ന് പറയുന്ന ഒരു പരാമർശം കണ്ടപ്പോൾ ട്രാവൽസ് കമ്പനി ആയിരിക്കും എന്ന് കരുതിയാണ് പുള്ളി ജോലിക്ക് അപേക്ഷിക്കുന്നത്. പക്ഷേ ജോലി കിട്ടിയതിന് ശേഷമാണ് അറിയുന്നത് അത് ഒരു ഫ്യൂണറൽ സർവീസ് നടത്തുന്ന ഒരു ഏജൻസി ആയിരുന്നു അതെന്നുള്ളത്. ജപ്പാനിൽ മരണപ്പെട്ടു പോകുന്ന മരിച്ച ആളുകളുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അത്തരം അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട്. വേറെയും ചില സിനിമകളിൽ അത്തരം ഏജൻസീസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് ഈ ചെറുപ്പക്കാരന്, ഇതിലെ കഥാനായകന് ജോലി ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫസ്റ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് വൃദ്ധനായ ഒരാളുടെ ഫ്യൂണറൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അയാൾ മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചതായിട്ട് അറിയുന്നത്. അപ്പോൾ അങ്ങനെ 2 മാസത്തിന് ശേഷം മരിച്ചു എന്നറിഞ്ഞ ഒരാളുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ മരിച്ചു കിടക്കുകയായിരുന്നു. അയാളുടെ മൃതദേഹത്തിന് ഈ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ഇദ്ദേഹത്തിന് ആദ്യത്തെ അസൈൻമെൻറ്റായി കിട്ടുന്നത്. അപ്പോൾ അതിൽ പിന്നീട് നിരവധി മൃതദേഹങ്ങൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു യാത്രയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറും അനുഭവിക്കുന്ന ജീവിത സംഘർഷങ്ങൾ, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഇതെല്ലാം ചേർത്ത് വെച്ചുള്ള മനോഹരമായൊരു സിനിമയാണത്. അപ്പം ഈ സിനിമ കാണുന്ന ഒരാൾ, പുറത്തുനിന്നുള്ള ഒരാൾക്ക്, ജപ്പാൻ്റെ പുറത്തുനിന്നുള്ള ഒരാൾ അന്തം വിട്ടു പോകുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന മരണം, ഇദ്ദേഹത്തിന് ആദ്യത്തെ ഫ്യൂണറൽ സർവീസായിട്ട് കിട്ടുന്ന മരണം, അത് ശ്രദ്ധിച്ചു നോക്കുക. അത് 2 മാസം മുമ്പേ മരിച്ചു പോയ ഒരാളുടെ മൃതദേഹമാണ് സംസ്കരിക്കുന്നത്. അത് 2008 ആ സിനിമ. 2026 ജൂലൈയിലാണ് പേരാമ്പ്രയിൽ നിന്ന് ഈ വാർത്ത നമ്മൾ കാണുന്നത്. 1.5 മാസം മുമ്പ് മരിച്ചു പോയ ഒരാൾ. അദ്ദേഹം അങ്ങനെ എന്താണ്, കുടുംബമൊന്നും ഇല്ലാത്തൊരാളല്ല. വിവാഹം കഴിച്ച് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. 2 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ആ 2 മക്കളും നാട്ടിൽ തന്നെയാണ്, വിദേശത്തല്ല, സ്വദേശത്ത് തന്നെയാണ്. അവരവരുടെ വീടുകളിൽ താമസിക്കുകയാണ്. സഹോദരന്മാരുണ്ട്, ജീവിച്ചിരിക്കുന്ന സഹോദരന്മാർ തന്നെയുണ്ട്. അപ്പോൾ കറണ്ട് ബില്ല് അടക്കാത്തത് കാരണം കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി വന്ന KSEB ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തെ അവിടെ കാണാത്തത് ശ്രദ്ധയിൽപ്പെടുന്നതും കാണാത്തതിനാൽ അയൽപ്പക്കക്കാരുമായിട്ട് സംസാരിക്കുന്നതും അങ്ങനെ ഒരു സെർച്ച് നടക്കുന്നതും. അതിനിടയിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ അഴുകിയ മൃതദേഹം സ്വന്തം വീട്ടുപറമ്പിൽ നിന്ന് കണ്ടെടുക്കപ്പെടുന്നു. ജപ്പാനിൽ ഇത്തരം മരണങ്ങൾ സർവ്വവ്യാപകമാണ്. ജപ്പാനിൽ ഇത്തരം മരണങ്ങൾക്കൊരു പേര് തന്നെയുണ്ട്, കൊഡോകുഷി എന്നാണ് ജാപ്പനീസ് ഭാഷയിൽ അവരതിനെ വിളിക്കുന്നത്. ഈ കൊഡോകുഷി എന്ന് പറയുന്ന പ്രയോഗം ജപ്പാനിൽ പോപ്പുലറൈസ് ചെയ്യപ്പെടുന്ന 1980-കൾക്ക് ശേഷമാണ്. നമുക്ക് മലയാളത്തിൽ ഒറ്റയാൾ മരണങ്ങളെന്നോ ഏകാന്ത മരണങ്ങളെന്നോ ഒക്കെ അതിനെ വിവർത്തനം ചെയ്യാൻ പറ്റും. ഏകാന്ത മരണങ്ങളെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും ഏകാഗിയായിട്ടാണ് എല്ലാവരും മരിക്കുന്നത്. പക്ഷേ ജപ്പാനിൽ ഇങ്ങനെ ആരോരും അറിയാതെ മരിച്ചു പോകുന്ന മനുഷ്യർ, അവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് വലിയൊരു സാമൂഹിക പ്രതിഭാസമായി. അപ്പോൾ അതിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൊഡോകുഷി എന്ന ഒരു പ്രയോഗം തന്നെ ജാപ്പനീസ് ഭാഷയിലും ജാപ്പനീസ് ലിറ്ററേച്ചറിലും ജേർണലിസത്തിലൊക്കെ വ്യാപകമാകുന്നത്. ഒരാൾ മരണപ്പെടുക, എന്നിട്ട് ആരും അതറിയാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ അറിയാതിരിക്കുക, ബന്ധുക്കൾ അറിയാതിരിക്കുക, സുഹൃത്തുക്കൾ അറിയാതിരിക്കുക, മക്കൾ അറിയാതിരിക്കുക. ചിലപ്പോൾ അത് ദിവസങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും, ഈവൻ വർഷമെടുത്ത് 1 വർഷത്തിന് ശേഷം പുറം ലോകം അറിഞ്ഞ മരണങ്ങൾ പോലുമുണ്ട്.
പലപ്പോഴും ഇത് പുറം ലോകം അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ KSEBയുടെ കാര്യം പറയുന്നത് പോലെ ആ നിലക്കുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് ഇഷ്യൂസൊക്കെ വരുമ്പോൾ കൺസേൺഡ് അതോറിറ്റിയുടെ ആളുകൾ വീട് സന്ദർശിക്കുകയോ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇയാൾ ജീവിച്ചിരിപ്പില്ല, കട്ടിലിൽ മരിച്ചു കിടക്കുകയാണ്, അസ്ഥിപഞ്ജരമായി കിടക്കുകയാണ് എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അത്തരം ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് മരണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇത്തരം മരണങ്ങളുടെ കണക്കുകൾ ജപ്പാനിലെ ഔദ്യോഗിക സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസി അവർ വളരെ കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. 2024 76,020 കോഡോകുഷു മരണങ്ങളാണ് ജപ്പാനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതെങ്കിൽ 2025 76,941 മരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 2025 76,941 മരണങ്ങളിൽ 76.6% 65 വയസ്സിന് മേലെയുള്ള ആളുകളാണ്. അതിൽ എഗൻ ഒരു സർപ്രൈസിങ് ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു എംബ്രാസിങ് ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലൊരു ഡിസ്കവറി ഗ്യാപ്പാണ്. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അത് കണ്ടെത്തുന്ന സമയം 28.9% ആളുകൾ 8 ദിവസമോ അതിന് ശേഷമോ ഉള്ള ദിവസം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരാൾ മരിച്ചതായിട്ട് കാണപ്പെടുന്നത്. 7,148 പേർ ഒരു മാസത്തിന് ശേഷമാണ് മരിച്ചുവെന്ന് പുറലോകം അറിയുന്നത്. 208 പേർ ഒരു വർഷത്തിന് ശേഷം അറിഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഈ നിലക്ക് ആ സമൂഹത്തിൻ്റെ ഇപ്പം 76,000-ലധികം ആളുകൾ മരണപ്പെട്ടിട്ട് അതാരും അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ദിവസങ്ങളോ മാസങ്ങളോ എടുത്തിട്ട് ആളുകൾ അറിയുന്നു എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ആ സമൂഹത്തിൻ്റെ ഒരു സാമൂഹിക ആരോഗ്യത്തെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ ആലോചനകളും പഠനങ്ങളും നമുക്ക് കാണാൻ പറ്റും. അത് മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ജാപ്പനീസ് സൊസൈറ്റിയുടെ തന്നെ ഒരവസ്ഥയെ കാണിക്കുന്നൊരു ചിത്രമാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ഏകാന്തമായ ജീവിതം തിരഞ്ഞെടുത്തതോ അല്ലെങ്കിൽ ഏകാന്ത ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതോ ആയ ആളുകൾ, മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹമായിട്ട് ജപ്പാൻ മാറുകയാണ്. നമുക്കറിയാം, ജപ്പാൻ എന്ന് പറയുന്നത് ലോകത്തെ ഒരു വൻ ശക്തി രാഷ്ട്രമായിരുന്നു. നമ്മളുടെ തന്നെ ഒരു അനുഭവം എടുത്തു നോക്കൂ. ഒരു മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് വലിയൊരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളായിരുന്നു നമ്മൾ. 1945 ഈ രണ്ടാം ലോക യുദ്ധം അതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായിട്ടുള്ള ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ്, അങ്ങേറ്റ അപമാനകരമായിട്ടുള്ള തോൽവി, 45 ഹിരോഷിമ അണുബോംബ് ആക്രമണം, ന്യൂക്ലിയർ സ്ഫോടനം, അതിനെ തുടർന്ന് തകർന്ന് തരിപ്പണമായി പോയ ഒരു ജനതയും ഒരു സമൂഹമായിരുന്നു അവർ. എല്ലാ നിലക്കും സാമ്പത്തികമായി, രാഷ്ട്രീയമായി, സൈനികമായി തകർന്നു പോയ, ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഒരു ജനതയായിരുന്നു അവർ. പക്ഷേ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് വളരെ എളുപ്പം കയറി നിന്ന ഒരു സമൂഹമായി അവർ മാറി. 1960-കളിൽ എത്തുമ്പോൾ, 60-ൻ്റെ പകുതിയാകുമ്പോഴേക്ക് ജപ്പാൻ ലോകത്തെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമിയായി മാറുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, 1945 തകർന്ന് തരിപ്പണമായ ഒരർത്ഥത്തിൽ നിശേഷമായി പോയ ഒരു ജനത അവരുടെ അവരുടെ കഠിനാധ്വാനത്തിലൂടെ, അവരുടെ സമർപ്പണത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കുന്നതും തിരിച്ചു വരുന്നതും ലോകത്തിൻ്റെ മുൻനിരയിൽ അവരുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. ദ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് അവർ മാറുകയാണ് 1960-കൾ. 2010 വരെ ജപ്പാൻ ലോകത്തെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ജാപ്പനീസ് പ്രോഡക്റ്റ്, ജാപ്പനീസ് ടെക്നോളജി, അവരുടെ ഹാർഡ്വെയർ, അവരുടെ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ലോകത്തെ നയിക്കുന്ന, ലോകത്തെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പവർ ഹൗസായിട്ട് ആ രാജ്യം മാറി. അപ്പോൾ ആ രാജ്യം അങ്ങനെ മാറുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആ ജനതയുടെ സമർപ്പണമായിരുന്നു. ആ ജനതയുടെ സമർപ്പണം, ആ ജനതയുടെ ഡിസിപ്ലിൻ, ആ ജനതയുടെ കഠിനാധ്വാനം. അങ്ങനെ മാനുഫാക്ചറിൻ്റെ, പ്രൊഡക്ഷൻ്റെ, റിസർച്ചിൻ്റെ ഒക്കെ മേഖലകളിൽ സമർപ്പിതരായ ഒരു ജനതയായിരുന്നു ജാപ്പനീസ് ജനത. അപ്പോൾ ഒരു ജോലിക്ക് ഒരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി ആ ജോലിയിൽ മുഴുകുക, കരിയറിനോടുള്ള ലോയൽറ്റി, അത് ജപ്പാൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു. ജപ്പാനെ മുന്നോട്ട് നയിക്കുന്നതിൽ, ജപ്പാനെ ശക്തിപ്പെടുത്തുന്നതിൽ, ജപ്പാനെ ലോകത്തിൻ്റെ മുൻനിരയിൽ നിർത്തുന്നതിൽ ആ ജനതയുടെ ഇച്ഛാശക്തിയും അവരുടെ ഡിസിപ്ലിനും കരിയറിനോടുള്ള കമ്മിറ്റ്മെൻറ്റും വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമായിരുന്നു.
ഇപ്പോൾ 2010 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി എന്നുള്ളതിൽ നിന്ന് ഇപ്പോൾ 5th ലാർജസ്റ്റ് എക്കണോമിയിലേക്ക് താഴോട്ട് പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ജപ്പാൻ അങ്ങനെ പിറകോട്ട് സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അവിടുത്തെ ജനസംഖ്യയുടെ സ്വഭാവത്തിൽ ഈ ഡെമോഗ്രാഫിക് പാറ്റേണിൽ വരുന്ന മാറ്റങ്ങൾ കൂടെ അതിൻ്റെ ഒരു കാരണമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കരിയറിന്, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കരിയർ എന്ന് പറയുന്ന ഒരു സംഗതി, അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നൊരു സമൂഹമായിരുന്നു അവർ. ജോലിയിലെ കമ്മിറ്റ്മെൻറ്റ്, ലോയൽറ്റി, അത് താൻ ജോലി ചെയ്യുന്ന കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന ആവശ്യങ്ങൾ, അവരുടെ ടാർഗറ്റുകൾ, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിൻ്റെ മോട്ടീഫ് എന്ന് വിചാരിക്കുന്ന, ജീവിത ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമായി അവർ മാറി. അപ്പോൾ ആ നിലക്ക് കരിയറാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. കൊഡോകുഷി എന്തുകൊണ്ട് ഇങ്ങനെ വർദ്ധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ 65 വയസ്സിന് മേലെയുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷവും ഈ ഏകാന്ത മരണങ്ങളിൽപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് അത് ഒരു ഡിസ്കണക്റ്റഡ് ലൈഫായി മാറുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിറ്റി ബോണ്ടിങ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ലാതായി പോകുന്നു, നൈബർഹുഡ്സ് ഇല്ലാതായി പോകുന്നു, സുഹൃത്തുക്കളില്ലാതായി പോകുന്നു, ഹോബികളില്ലാതായി പോകുന്നു, ബന്ധങ്ങളില്ലാതായി പോകുന്നു. അങ്ങനെ റിട്ടയർമെൻറ്റിന് ശേഷം ഹ്യൂമൻ കണക്ഷൻ ഇല്ലാത്ത ഒരു പ്രത്യേകതരം ജീവിതാവസ്ഥയിലൂടെ ഈ മനുഷ്യർ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് മാനുഷിക ബന്ധങ്ങളോ സാമൂഹിക ബന്ധങ്ങളോ ഒന്നും ഇല്ലാത്ത ഒറ്റയാൾ ജീവിതങ്ങളായി അവർക്ക് ഓഫ് കോഴ്സ് നല്ല പെൻഷൻ കിട്ടുന്നുണ്ടാകാം, ജീവിതത്തിൽ മറ്റ് സൗകര്യങ്ങളുണ്ടാകും, ഫ്ലാറ്റ് ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ ഹ്യൂമൻ കണക്ഷൻ എന്ന് പറയുന്നൊരു സംഗതി അവരുടെ ജീവിതത്തിൽ ഇല്ലാതാവും. അപ്പോൾ അവർ മരണത്തിലേക്ക് പോകുന്നതും മനുഷ്യർ അറിയാതെ പോകുന്നു. അങ്ങനെ മനുഷ്യർ അറിയാതെ എന്തുകൊണ്ടാണ് സമൂഹം മൊത്തത്തിൽ ആ നിലക്ക് കരിയർ സെൻട്രിക്കായ, ഹ്യൂമൻ കണക്റ്റ് കുറഞ്ഞ, ടെക്നോളജിയുമായിട്ടും കരിയറുമായിട്ടും മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയായിട്ട് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിന് മനുഷ്യബന്ധമില്ലാത്തതുപോലെ മരണത്തിനും മനുഷ്യബന്ധമില്ലാതായി മാറുകയാണ്. അതുകൊണ്ടാണ് 10,000-കണക്കിന് മനുഷ്യരുടെ മരണം ആരും അറിയാതെ പോകുന്നു. ഈ പറയുന്ന ഇലക്ട്രിസിറ്റി കാരണോ അല്ലെങ്കിൽ ബാങ്ക് ലോൺ റീപേയ്മെൻ്റ് കാര്യത്തിൽ വിഷയം വരുമ്പോഴോ അല്ലെ മറ്റു വിഷയങ്ങൾ വരുമ്പോഴോ ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് മുട്ടുമ്പോൾ മാത്രം ഇയാൾ ജീവിച്ചിരിപ്പില്ല എന്ന് പുറം ലോകം അറിയുന്ന ഒരു അസാധാരണമായൊരവസ്ഥ അവിടെ രൂപപ്പെടുന്നത്. 2023 ജാനുവരിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫൂമിയോ കിഷിദ നടത്തിയ ഒരു ശ്രദ്ധേയമായൊരു പ്രസ്താവനയുണ്ട്. ജപ്പാൻ ഈസ് ഓൺ ദ ബ്രിങ്ക് ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു ഫങ്ഷൻ ആസ് എ സൊസൈറ്റി എന്നാണ്. ഒരു സമൂഹം എന്നുള്ള നിലക്കുള്ള ധർമ്മങ്ങൾ നിർവഹിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ജപ്പാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണം ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ജനസംഖ്യാ മാറ്റങ്ങളാണ്. ഒരു ആധുനിക മനുഷ്യ ചരിത്രത്തിൽ ഒരു പീസ് ടൈം സെനാരിയോയിൽ, വാർ ടൈം സെനാരിയോയിൽ ജനസംഖ്യയിൽ പല നിലക്കുള്ള മാറ്റങ്ങൾ വരാറുണ്ട്. ഒരു പീസ് ടൈം സെനാരിയോയിൽ ഇത്രയും വലിയ ജനസംഖ്യ ഇടിവ് സംഭവിച്ച ഒരു സമൂഹം വേറെ ഉണ്ടായിട്ടില്ലെന്നാണ്. ജപ്പാൻ്റെ ജനസംഖ്യ ഓരോ വർഷം കഴിയും തോറും താഴോട്ട് വരുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. 2011 12,78,00,000 ജപ്പാൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ 2026 എത്തി നോക്കുമ്പോൾ അത് 12,38,00,000 ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനിടയിൽ ജപ്പാൻ അവരുടെ ഇമിഗ്രേഷൻ ലോസിൽ കുറേ ഇളവുകൾ വരുത്തിയത് കാരണം 35 ലക്ഷം വിദേശ ജോലിക്കാർ ഇപ്പോൾ ജപ്പാനിലുണ്ട്. അവരുടെ കണക്കുകൂടെ കൂട്ടിയിട്ടാണ് 2026 12,38,00,000 എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരു രാജ്യം, വികസിതമായൊരു രാജ്യം, എല്ലാ നിലക്കും പുരോഗതി പ്രാപിച്ച ഒരു രാജ്യം, ഏതെങ്കിലും നിലക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ് സെനാരിയോയിലൂടെ, ഒരു വാർ സെനാരിയോയിലൂടെ കടന്നു പോകേണ്ടതില്ലാത്തൊരു രാജ്യം ക്രമപ്രവൃദ്ധമായി ഓരോ വർഷവും ജനസംഖ്യ കുറഞ്ഞു വരുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് ജപ്പാൻ നമ്മൾ കാണുന്നത്. ജനസംഖ്യ കുറയുന്നത് മാത്രമല്ല, ജനസംഖ്യ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അതിൻ്റെ പാർശ്വഫലങ്ങൾ, ജപ്പാൻ ലോകത്ത് ഒരുപക്ഷെ വത്തിക്കാൻ കഴിഞ്ഞാൽ മീഡിയൻ ഏജിൽ ഏറ്റവും ഏറ്റവും മേലെ നിൽക്കുന്ന രാജ്യമാണ്. 50 വയസ്സാണ് ജപ്പാൻ്റെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത്. വത്തിക്കാൻ്റെ 55-56 അതാണ്. പക്ഷേ വത്തിക്കാൻ നമ്മൾ മനസ്സിലാക്കണം, വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യമാണ്. അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും ഈ ചാപ്പൽ സർവീസുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ പുരോഹിതന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ അതിൻ്റെ മീഡിയൻ ഏജ് 50 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ജനതയിലെ, ആ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ സാന്നിധ്യം, അളവ്, അനുപാതം
അല്ലെങ്കിൽ വൃദ്ധരുടെ അനുപാതം എത്രയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു സാമാന്യ ധാരണ ഉണ്ടാവും. അപ്പം ജപ്പാൻ്റെ ഈ ജനസംഖ്യയിലെ വൃദ്ധരുടെ അനുപാതം കൂടുന്നതും മീഡിയൻ ഏജ് കൂടുന്നതും മാത്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 1.14 ആണ്. എന്ന് പറഞ്ഞാൽ ഈ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു സ്ത്രീ ജന്മം നൽകുന്ന കുഞ്ഞിൻ്റെ എണ്ണമാണത്. 1.14 ആണ് ജപ്പാൻ്റെ TFR എന്ന് പറയുന്നത്. തന്നെ ലോകത്ത് G7 കൺട്രീസ് നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളുടെ കണക്ക് നമ്മളെടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും കുറവ് TFR ഉള്ള ഒരു രാജ്യമാണ്. ആവറേജ് ഏജ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് പുരുഷന്മാരുടേത് 31 വയസ്സാണ്. ജപ്പാനിൽ സ്ത്രീകളുടേത് 28-29 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് വളരെ വൈകിയാണ്. അത് തന്നെ വിവാഹശേഷം കുഞ്ഞുങ്ങളുണ്ടാവുന്നതിൻ്റെ വയസ്സ്, കുഞ്ഞുങ്ങളുണ്ടാവുന്നതിൻ്റെ സമയം, അതിൻ്റെയൊക്കെ ഡാറ്റ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന, ഒരർത്ഥത്തിൽ ഏറ്റവും പിറകിൽ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. എന്ന് മാത്രമല്ല, ജാപ്പനീസ് സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഫെനോമിനെക്കുറിച്ച് ഇപ്പോൾ അവിടുത്തെ ഡെമോഗ്രാഫേഴ്സ് രേഖപ്പെടുത്തുന്നത്, സമൂഹത്തിൽ അസെക്ഷൽ അല്ലെങ്കിൽ എറൊമാൻറ്റിക് എന്നോ അസെക്ഷൽ എന്നോ പറയാവുന്ന കാറ്റഗറി ചെറുപ്പക്കാരുടെ അനുപാതം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഒരർത്ഥത്തിൽ ലൈംഗിക രാഹിത്യം പേറുന്ന ഒരു ജനത കൂടി അവർ മാറുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ അസെക്ഷൽ ആവുന്നു? ഒന്ന് വിവാഹ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത വിധം അവരുടെ കരിയറുമായിട്ട് കരിയറുമായിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുകയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു, വിവാഹം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കരിയറിനെ ബാധിക്കും, അത് റെൻറ്റിനെ ബാധിക്കും, മറ്റു സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതകളുണ്ടാവും എന്ന് ചിന്തിക്കുന്ന സ്വഭാവത്തിൽ ചെറുപ്പക്കാർ മാറുകയും അത് മൊത്തത്തിൽ ഈ പറയുന്ന റൊമാൻറ്റിക് ലൈഫ്, അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ജീവിതം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിനോട് തന്നെയുള്ള താല്പര്യക്കുറവ് സൃഷ്ടിക്കുന്നു. അങ്ങനെ അസെക്ഷലായ അറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ജനത അവിടെ വളർന്നു വരുന്നു, അവരുടെ അനുപാതം കൂടി വരുന്നു എന്നുള്ള കണക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ലോകത്തെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യം, എല്ലാ നിലക്കും സാങ്കേതികമായി വികസിച്ചൊരു രാജ്യം, സാമ്പത്തികമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുകയാണ്, ഒരു സൊസൈറ്റി എന്നുള്ള നിലയിലുള്ള ഫങ്ഷൻസ് നിർവഹിക്കാൻ സാധ്യമല്ലാത്ത ഒരു ജനതയായി നമ്മുടെ ജപ്പാൻ ജനത മാറിക്കൊണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക വികസനം, സാങ്കേതികമായ മുന്നേറ്റം, ഇതെല്ലാം ആവശ്യത്തിലധികമുണ്ടായിട്ടും ഒരു ജനത എന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിൽ ജപ്പാൻ സ്തംഭിച്ചു പോകുന്നതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുക. അപ്പോൾ ഇത് ജപ്പാൻ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞ ഒരു കൂട്ടരാണെന്ന് വെച്ചാൽ ജപ്പാൻ ഭരണകൂടം തന്നെയാണ്. 2021 ജപ്പാൻ ഭരണകൂടം അവിടെ ഒരു മന്ത്രാലയത്തിന്, ഒരു മിനിസ്ട്രിക്ക് രൂപം നൽകുന്നുണ്ട്. മിനിസ്ട്രി ഫോർ ലോൺലിനെസ് എന്നാണ് അതിനെ പറയുക. ഏകാന്തതയുടെ മന്ത്രാലയം. ഏകാന്തത സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ആഘാതങ്ങൾ അത് മനസ്സിലാക്കി അത് ട്രാക്ക് ചെയ്യാനും അത് പരിഹരിക്കുവാനുള്ള വഴികൾ കണ്ടെത്താൻ വേണ്ടിയാണ് 2021 കോവിഡിന് ശേഷം അതിനായി ഒരു ഡെസൈനേറ്റഡ് മിനിസ്ട്രി, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ജപ്പാനിൽ രൂപീകരിക്കപ്പെടുന്നുണ്ട്. 2023 ജപ്പാൻ പാർലമെൻറ്റ് പുതിയ നിയമം പാസ്സാക്കുന്നുണ്ട്. ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ കൗണ്ടർ മെഷേഴ്സ് ആക്ട് 2023 എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ 2021 ഇങ്ങനെ മിനിസ്റ്റർ രൂപീകരിച്ചു. അത് ഏകാന്തതയെ മറികടക്കാൻ വേണ്ടിയുള്ള, ഏകാന്തത തടയാൻ വേണ്ടിയുള്ള മെഷേഴ്സ് സർക്കാർ സ്വീകരിച്ചതെങ്കിലും അതൊരു സ്റ്റേറ്റിൻ്റെ നിയമപരമായി തന്നെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് നിർവചിച്ചുകൊണ്ടാണ് 2023 ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ കൗണ്ടർ മെഷേഴ്സ് ആക്ട് അവർ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ആ ആക്ട് പ്രകാരം ഒരാളുടെ ലോൺലിനെസ് മറികടക്കാനുള്ള വഴികൾ പ്രപ്പോസ് ചെയ്യുക, അത് നടപ്പിലാക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് നിജപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ലോകത്ത് അപൂർവമായിട്ടായിരിക്കും ഇങ്ങനൊരു നിയമം ഒരു രാഷ്ട്രം നിയമിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൊഡോകുഷി, 10,000-കണക്കിന് കൊഡോകുഷി ഓരോ വർഷങ്ങളിൽ സംഭവിക്കുന്നതാണ്. ഈ ഏകാന്ത മരണങ്ങൾ വിദൂരമായ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ സംഭവിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരർത്ഥത്തിൽ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പോലും ജപ്പാനിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പഠനം. ഗോസ്റ്റ് വില്ലേജുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഡെസേർട്ടഡ് വില്ലേജുകളുടെ
ഒരു ഭൂമിയായി ജപ്പാൻ മാറുന്നുണ്ട്. ആളില്ലാതെ പോയ ഗ്രാമങ്ങൾ, അല്ലെങ്കിൽ 1-2 ആളുകൾ മാത്രം ബാക്കിയായിട്ടുള്ള ഗ്രാമങ്ങൾ, അത്തരം ഗ്രാമങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസ് നമുക്ക് യൂട്യൂബിൽ പോയാൽ കാണാൻ പറ്റും. ആരോട് സംസാരിക്കാനില്ലാത്തത് കൊണ്ട് ഗ്രാമത്തിൽ സ്കൂളിൽ വലിയ കളിപ്പാട്ടങ്ങൾ, കുട്ടികളുടെ വലിയ ബൊമ്മകൾ, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി എല്ലാ ദിവസവും അതിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന വൃദ്ധരായിട്ടുള്ള ആളുകൾ, അതേക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് എനിക്ക് കാണാനിടയായി. ആ നിലക്ക് ബസ് വെയിറ്റിംഗ് ഷെഡ്, ഗ്രാമത്തിൽ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ആരുമില്ല. അപ്പോൾ അവിടെ മനുഷ്യരുടെ രൂപങ്ങൾ ഉണ്ടാക്കി സ്വയം സമാധാനം കണ്ടെത്തുന്ന വൃദ്ധരായിട്ടുള്ള ഗ്രാമീണരുടെ കാഴ്ചകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആളില്ലാതെ പോയ ഗ്രാമങ്ങൾ, ഡെസേർട്ടഡായ ഗ്രാമങ്ങൾ, കാട് പിടിച്ച ഗ്രാമങ്ങൾ, അങ്ങനെ കാട് പിടിച്ചതിന് ശേഷം വന്യമൃഗങ്ങൾ ആളുകളെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ കൂടിയ ഗ്രാമങ്ങൾ, ഇതേക്കുറിച്ചൊക്കെയുള്ള വാർത്തകളും ഡോക്യുമെൻ്ററീസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകാന്ത മരണങ്ങൾ നടക്കുന്നത് ഗ്രാമങ്ങളിലല്ല. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കൊഡോകുഷി മരണങ്ങൾ ഏറ്റവും അധികം നടന്നിട്ടുള്ളത് മഹാനഗരമായിട്ടുള്ള ടോക്കിയോയിലാണ്, ജപ്പാൻ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയിലാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ബോണ്ടേജ് എന്ന് പറയുന്ന സാമൂഹിക ബന്ധം, ഹ്യൂമൻ കണക്റ്റ് എന്ന് പറയുന്നൊരു സംഗതി, ടെക്നോളജിക്കൽ കണക്റ്റുകളും പിന്നെ റോബോട്ടിക്സും ഇത്തരം സംഗതികളൊക്കെ വളരെ അധികം ഉണ്ടായിരിക്കുമ്പോഴും ഹ്യൂമൻ കണക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതായി പോകുന്നൊരവസ്ഥയിലേക്കാണ് ആ ജനത എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് മിനിസ്ട്രി ഫോർ ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയവും ലോൺലിനെസ്സിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ആക്റ്റുമൊക്കെ ജപ്പാൻ രൂപം കൊള്ളുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇത് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച ഈ പേരാമ്പ്രയിൽ നിന്ന് വന്നൊരു വാർത്തയാണ്. പക്ഷേ പേരാമ്പ്രയിൽ ആ വാർത്ത മാത്രമല്ല, കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ നമ്മൾ മലയാള മാധ്യമങ്ങൾ പരിശോധിച്ചാൽ സമാനമായിട്ടുള്ള നിരവധി വാർത്തകൾ കാണാൻ പറ്റും. കേരളത്തിലെ അറിയപ്പെട്ട ഒരു വോളിബോൾ താരം മരണപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടുകാർ അറിയുന്നത്. അതും എഗെയിൻ ഇതേപോലെ മരിച്ചതിന് ശേഷം മൃതദേഹം അഴുകി അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക്, അതിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വന്നപ്പോഴാണ് അടുത്ത വീട്ടുകാർ പരിശോധിക്കുന്നതും മരണപ്പെട്ടതായിട്ട് അറിയുന്നതും. അപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ജപ്പാൻ സൊസൈറ്റിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ചില പാരലൽസ് നമുക്ക് കേരള സൊസൈറ്റിയിലും കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ജപ്പാനിലെ TFR എന്ന് പറയും, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.14 ആണെങ്കിൽ കേരളത്തിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.19 മാത്രമാണ്. അപ്പോൾ ആവറേജ് ഏജ് ൻ്റെ കാര്യത്തിൽ കേരളം നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇപ്പോൾ ഏജിൻ്റെ കാര്യത്തിൽ ഈ ആവറേജ് ഏജ് ഓഫ് മാരേജിൻ്റെ കാര്യത്തിൽ, TFRൻ്റെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള പല സംഗതികൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇൻഡിക്കേറ്റേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജപ്പാന് സമാനമായിട്ടുള്ള പല അവസ്ഥകളും നമുക്ക് കേരളത്തിലും കാണാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ജനതയിൽ, ഒരു സമൂഹത്തിലുണ്ടാകുന്ന ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് അവിടുത്തെ എക്കണോമിയെ ബാധിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ജപ്പാൻ. പക്ഷേ നമ്മളങ്ങനെ പറയുമ്പം അത് മാത്രമല്ല, ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എക്കണോമിയെ ബാധിക്കുന്നത് മാത്രമല്ല, എക്കണോമി വളർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതെങ്ങനെയാണ് ഡെമോഗ്രഫിയെ ബാധിക്കുന്നത് എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ജപ്പാൻ. ഞാൻ പറഞ്ഞു, ജപ്പാൻ്റെ ഈ കൈൻഡ് ഓഫ് മിറാക്കുലസ് ലീപ്പ് എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നത് 2ാം ലോക യുദ്ധത്തിന് ശേഷം. വളരെ പെട്ടെന്നാണ് തകർന്നു തരിപ്പണമായ ആ രാഷ്ട്രം, ആ ജനത കുതിച്ച് മുന്നേറി ലോകത്തിൻ്റെ മുൻനിരയിൽ വന്ന് നിൽക്കുന്നത്. അതവരെ പ്രാപ്തമാക്കിയ അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ഡിസിപ്ലിൻ, അവരുടെ ലോയൽറ്റി, അവരുടെ കരിയറിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതാണ് ആ ജനതയെ മുന്നോട്ട് നയിച്ചത്. പക്ഷേ അത് തന്നെയാണ് ആ ജനതയെ ഇന്ന് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സൊസൈറ്റി എന്ന് അവരുടെ പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും. കരിയറിന് പ്രാധാന്യം കൊടുക്കുക, കരിയർ എന്നുള്ളതാണ് ജീവിതം എന്ന് വരിക, കരിയറിനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, അതിന് പുറത്തുള്ള ഹ്യൂമൻ കണക്റ്റുകൾ, കമ്മ്യൂണിറ്റി ബോണ്ടേജുകൾ അതില്ലാതായി പോവുക, അതാണ് അവരെ സാമ്പത്തികമായി 2ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്ത് എത്തിച്ചത് എന്നുകൂടെ നമ്മൾ കാണണം. അപ്പോൾ ഇത് എത്രത്തോളം ഈ ഡെമോഗ്രഫി, എക്കണോമി ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം കോറിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടെയാണ് ജപ്പാൻ. കേരളത്തിന് ജപ്പാനിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട്. മറ്റൊരു വിഷയവുമായി ന്യൂനമർദ്ദം വീണ്ടും കാണാം.